കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 തരം നദികളാണുള്ളത്. ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചും നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്യുന്നതാണ്. ഒരു വലിയ ടോപ്പിക്കാണത്. ഇന്ന് ഇത്ര മനസ്സിലാക്കുക, ഉപദ്വീപീയ നദിയിലൊന്നാണ് കാവേരി നദി. ആ കാവേരി നദിയുടെ പോഷക നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ 3 നദികൾ. അവ ഏതൊക്കെയാണ്? അവ കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? പറയൂ. കബനി, ഭവാനി, പാമ്പാർ. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് അവയുടെ വലുപ്പം അനുസരിച്ചുള്ള ഓർഡറാണ്. ഏറ്റവും വലുത് കബനിയാണ്, ഭവാനി അതിനും താഴെ പാമ്പാർ നീളത്തിൽ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, ഉപദ്വീപീയ നദിയായ കാവേരി നദിയുടെ പോഷക നദികളാണ് ഈ പറയുന്ന കബനിയും ഭവാനിയും പാമ്പാറും. ഇവ 3ഉം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കേരളത്തിൽ മൊത്തത്തിൽ 44 നദികളാണുള്ളത്. എത്ര നദികളാണ്? 44 നദികളാണുള്ളത്. അവയിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എവിടേക്കാണ്? പടിഞ്ഞാറോട്ട്. എത്ര നദികളാണ്? 41 എണ്ണം. എന്നാൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ആ കിഴക്കോട്ടൊഴുകുന്നതാണ് ഈ പറഞ്ഞ കബനിയും ഭവാനിയും പാമ്പാറും. ഇവ 3ഉം കാവേരി നദിയുടെ പോഷക നദികളാണ് എന്ന് പറഞ്ഞു. കാവേരി നദി ഉപദ്വീപീയ നദിയുടെ ഭാഗമാണ് എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയും മനസ്സിലാക്കാം. ആദ്യം ഏതാ പറഞ്ഞത്? ആദ്യം കബനി നദിയെ കുറിച്ചാണ് പറയുന്നത്. കബനി നദി ഏത് ജില്ലയിലാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. കബനി നദി വരുന്നത് വയനാട് ജില്ലയിലാണ്. എവിടെയാണ്? വയനാട് ജില്ലയിൽ. എന്നാൽ ഭവാനി വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ഭവാനി നദി ഒഴുകുന്നത്. പാമ്പാർ ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക, നിശ്ചയമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ ഇവ 3ഉം എന്താണ്? കാവേരി നദിയുടെ പോഷക നദിയാണെന്നും മനസ്സിലാക്കി വെക്കുക. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. കാവേരി എന്നാണ് അതിന് ഉത്തരം. അതുപോലെ ഇവയുടെ ജില്ലകളും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് കബനി നദിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ നദീജന്യ ദ്വീപുകളിൽ ഏറ്റവും വലുത് ഏതാണ്? അത് കുറുവാ ദ്വീപാണ്. ഏതാണ്? കുറുവാ ദ്വീപാണ്. കുറുവാ ദ്വീപ് ഏത് നദിയിലാണ്? അത് കബനി നദിയിലാണ്. ഏതിലാണ്? കബനി നദിയിലാണ്. ഏതാ ജില്ല? വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ ബാണാസുര ഡാം വരുന്നത് എവിടെയാണ്? അതും കബനി നദിയിലാണ് വരുന്നത്. ഇവ 3ഉം ഇവ 3ഉം കാവേരി നദിയുടെ പോഷക നദികളാണ് എന്ന് മനസ്സിലാക്കണം. അതിൽ ഇനി ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്ന നദികളാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരള നദികളാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരള നദികളാണ് പാമ്പാറും ഭവാനിയും. കാരണം മനസ്സിലാക്കുക, തമിഴ്നാട്ടിലും കർണാടകയിലും ഏതുണ്ട്? കാവേരി നദിയുണ്ട്. കാവേരി നദിയുടെ പോഷക നദികളാണല്ലോ ഇവ 3ഉം. അപ്പോ കാവേരി നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവ ഒഴുകുന്നത്. എന്നാൽ കർണാടകയിലെ കാവേരി നദിയിലേക്കല്ല, ഇവ തമിഴ്നാട്ടിലെ കാവേരി നദിയിലേക്ക് ഒഴുകുന്നത്. ഏതാണ്? ഇവ 2ഉം. ഏതാ പറഞ്ഞത്? പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലെ കാവേരി നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിന്റെ പോഷക നദികളായിട്ട് തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 2 നദികളാണ്. ഏതൊക്കെയാണ്? പാമ്പാറും ഭവാനിയും. കബനി നദിയെക്കുറിച്ച് വയനാട് ജില്ലയിലാണ് ഉത്ഭവിക്കുന്നത്. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലെ കാവേരി നദിയിലേക്കാണ് ഒഴുകുന്നത്. എവിടേക്കാണ്? കർണാടകത്തിലേക്കാണ് ഒഴുകുന്നത്. കാവേരി നദിയുടെ പോഷക നദി ആയതുകൊണ്ട് കാവേരിയിൽ ചെന്ന് പതിച്ചല്ലേ മതിയാവൂ. അതുകൊണ്ട് കാവേരിയെ ലക്ഷ്യമാക്കിയാണ് ഒഴുകുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ കാവേരിയിലേക്കല്ല, മറിച്ച് കർണാടകത്തിലേക്കാണ് എന്തൊഴുകുന്നത്? ഏതൊഴുകുന്നത്? കബനി നദി. കിഴക്കോട്ടൊഴുകുന്ന നദിയായിട്ടുള്ള കബനി നദി ഒഴുകുന്നത് എവിടേക്കാണ്? കർണാടകയിലേക്കാണ്. എവിടെന്നാ ഉത്ഭവിക്കുന്നത്? അത് വയനാട് ജില്ലയിലാണ് ഉത്ഭവിക്കുന്നത്. ഇനി കിഴക്കോട്ടൊഴുകുന്ന ഈ 3 നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനിയാണ്. ഏതാണ്? കബനിയാണെന്ന് മനസ്സിലാക്കുക. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നുകൊണ്ടാണ് കബനി നദി ഉണ്ടാകുന്നത്? ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി ഉണ്ടാകുന്നത് ചോദിക്കാറുണ്ട്. പനമരവും മാനന്തവാടി. ഏതാണ്? പനമരവും മാനന്തവാടിയും. ഇത് 2 നമ്മൾ പഴശ്ശി വിപ്ലവമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? പനമരവും മാനന്തവാടിയും.
അപ്പോൾ ഇതിലേക്ക് വരാം. പനമരം നദിയും മാനന്തവാടി നദികളും കൂടിച്ചേർന്നാണ് ഈ കബനി നദി ഉണ്ടാകുന്നത് ചോദിക്കാറുണ്ട് ഏതൊക്കെ. അതുപോലെ കബനി നദിയുടെ ഉത്ഭവം, കബനി നദിയുടെ ഉത്ഭവത്തെ കുറിച്ച് ചോദിക്കാൻ തൊണ്ടയാർമുടി എവിടെയാണ്? വയനാട് തൊണ്ടയാർമുടി. വയനാട് തൊണ്ടയാർമുടിയാണ് കബനി നദിയുടെ ഉത്ഭവ കേന്ദ്രമായിട്ട് വരുന്നത്. കബനി നദി ഒഴുകുന്ന ജില്ല നമ്മൾ പറഞ്ഞു ഏതാണ്? വയനാടാണ്. ഏതാണ്? വയനാടാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. ഏതാണ്? അതാണ് നാഗർഹോൾ ദേശീയോദ്യാനം. ഏതാണ്? നാഗർഹോൾ ദേശീയോദ്യാനമാണ്. കർണാടകയിലാണ് നാഗർഹോൾ ദേശീയോദ്യാനം. കബനി നദി പതിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു? കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. ഏതാണ്? കാവേരി നദിയുടെ പോഷക നദിയാണല്ലോ. അതുകൊണ്ട് കബനി നദി പതിക്കുന്നത് എവിടെയാന്ന് ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയുക കാവേരിയിലാണ്. എവിടെയാണ്? കാവേരി നദിയിലാണ് പതിക്കുന്നത്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ, നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനിയാണെന്ന് പറഞ്ഞു. ഏതാണ്? കബനി നദിയാണ്. കേരളത്തിൽ കബനി നദിയുടെ നീളം എത്ര? കേരളത്തിൽ കബനി നദിയുടെ നീളം എത്ര? 57 കിലോമീറ്റർ ആണ്. എത്രയാണ്? 57 കിലോമീറ്റർ ആണ് കേരളത്തിൽ കബനി നദി ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത്. എത്ര? 57 കിലോമീറ്റർ ആണ്. കുറുവാദ്വീപ്, അതും പറഞ്ഞാലേ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് കബനി നദിയിലാണ്. ഏതാ ജില്ല? വയനാട് ജില്ലയിലാണ് എന്ന് പറയണം. അതുപോലെ ബാണാസുര ഡാം നമ്മൾ പറഞ്ഞു. ബാണാസുര ഡാമും കബനി നദിയാണ്. ഇതാണ് കബനി നദിയെ പറ്റി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇത്രയെങ്കിലും നിർബന്ധമായിട്ടും കബനി നദിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയായിട്ടുള്ള കബനി നദിയെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കി. ഇനി പാമ്പാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിൽ പാമ്പാറിന്റെ നീളം എത്രയാണ്? കേരളത്തിൽ പാമ്പാറിന്റെ നീളം 25 കിലോമീറ്റർ ആണ്. എത്രയാണ്? 25 കിലോമീറ്റർ ആണ് കേരളത്തിൽ പാമ്പാർ ഒഴുകുന്നത്. പാമ്പാർ ഒഴുകുന്ന ജില്ല നേരത്തെ പറഞ്ഞു. ഏതാണ്? പറയൂ. ഏതാണ്? പാലക്കാട്. അതെ, സോറി, ഏതാണ്? ഇടുക്കി. എന്താണ്? ഇടുക്കി. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ, നിങ്ങൾ തെറ്റ് പഠിക്കരുത്. ഏതാണ്? ഇടുക്കി എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്തോളൂ. ഇടുക്കിയാണ്, മറക്കരുത്. എന്താണ്? പാമ്പാറ് ഒഴുകുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ദേവികുളത്ത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ദേവികുളത്ത് നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. നമ്മൾ പറഞ്ഞല്ലോ കാവേരിയുടെ പോഷക നദിയാണ്. എന്നാൽ കാവേരി തമിഴ്നാട്ടിൽ ഒഴുകുന്നുണ്ട്, കർണാടകയിൽ മാത്രമല്ല. അപ്പൊ ആ തമിഴ്നാട്ടിൽ ഒഴുകുന്ന കാവേരി നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആരൊക്കെ പോകുന്നത്? പാമ്പാറും ഭവാനിയും പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ കബനി എവിടേക്കാ പോകുന്നത്? കബനി കാവേരിയെ ലക്ഷ്യമാക്കിയിട്ടാണെങ്കിലും പോകുന്നത് കർണാടകയിലേക്കാണ്. കാരണം കർണാടകയിലുണ്ടല്ലോ കാവേരി ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? അതൊരു ചോദ്യമാണ്, മനസ്സിലാക്കുക. ദേവികുളത്ത് നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി തമിഴ്നാട്ടിലെ കാവേരി നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആര് പോകുന്നത്? പാമ്പാറ് പോകുന്നത്. കേരളത്തിൽ എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. 25 കിലോമീറ്റർ ആണ് കേരളത്തില് പാമ്പാറ് ഒഴുകുന്നത്. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പാമ്പാറാണ്. ഏതാണ്? പാമ്പാറാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് ഉണ്ടാകുന്ന കാവേരിയുടെ പ്രധാന ഒരു പോഷക നദിയാണ് അമരാവതി. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഏത്? അമരാവതി. കാവേരിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് അമരാവതി. അത് മനസ്സിലാക്കുക. ഏതാണ്? അമരാവതി എന്ന് മനസ്സിലാക്കുക. പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്ന്? ആനമുടി. എവിടെ നിന്നാണ്? ആനമുടി. എന്താണ് പറഞ്ഞ? ആനമുടി. കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാന്ന് പറഞ്ഞു? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നോ ഓർത്തു നോക്കി. എത്രയാ പറഞ്ഞ്? എത്രയാ? 3. പടിഞ്ഞാറോട്ടോ 41. മൊത്തം എത്ര നദികളാ? 44. ഇനി കായലുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പറയുന്നതാ. കായലുകൾ എത്രയുണ്ട് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. 34. എത്രയാ? 34 കായലുകളാണ് കേരളത്തിൽ. എത്രയാ? 34 കായലുകളാണുള്ളത്. അപ്പൊ ഇതിലേക്ക് തിരിച്ചു വരൂ. എന്താണ്? ഏതിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാമ്പാറിനെ കുറിച്ചല്ലേ. പാമ്പാറ് ഉത്ഭവിക്കുന്നത് എവിടെന്നാന്ന് പറഞ്ഞത്? ആനമുടി എന്നാ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതേതാ? പാമ്പാറാ. ഏതാ? പാമ്പാറാ. അപ്പൊ നമ്മൾ പാമ്പാറിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണെന്ന് പറഞ്ഞു. അവയിൽ ഏറ്റവും ചെറുതേതാന്ന് അപ്പൊ ചോദിക്കുന്നത്? ഏതാണ്? പാമ്പാറാ ചോദിക്കാറുണ്ട്. ഏറ്റവും വലുതേതാ? കബനിയാ. അതെവിടേക്കാ എത്തിച്ചേരുന്നത്? കാവേരിയിലേക്കാ. അത് കാവേരി എവിടത്തെ കാവേരിയിലേക്കാ? ഏത് സംസ്ഥാനത്തുള്ളതാ? കർണാടകയിലുള്ള കാവേരിയിലേക്കാ അല്ലെ കബനി. എന്നാൽ പാമ്പാറും എത്തിച്ചേരുന്നത് കാവേരിയിലേക്കാ. പക്ഷെ എവിടേക്കാ? തമിഴ്നാട്ടിലേക്കാ. ഭവാനിയോ അതേപോലെ തന്നെയാ വരുന്നത്. അപ്പൊ എന്താണ്? എവിടെന്നാ ഉത്ഭവിക്കുന്നത് പറഞ്ഞു? ആനമുടി എന്ന് പറഞ്ഞു അല്ലെ.
ഏതാ ജില്ല? പാമ്പാർ ഏതാ ജില്ല പറഞ്ഞ? ഇടുക്കിയാണ് പറഞ്ഞത്, തെറ്റിപ്പോകരുത്. ഇനി കേരളത്തിൽ കിഴക്കോട്ട് നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാർ എന്ന് പറഞ്ഞു. ഇനി തൂവാനം വെള്ളച്ചാട്ടം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? അത് പാമ്പാർ നദിയിലാണ്. ഏത് നദിയിലാണ്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം വരുന്നത്. പാമ്പാർ പതിക്കുന്നത് എവിടെയാണ്? കാവേരിയിലാണ്, കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ് നമ്മൾ പറഞ്ഞു. ഈ ഭവാനി ഏറ്റവും ചെറിയ പോയിന്റ് ആട്ടോ. ഇനി പാമ്പാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പൊ പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ടത് ഇത്രയെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് എത്രയും പറയുന്നത്. ഇനി ഭവാനി, ഏതാണ് ഭവാനി? ഭവാനിയെ കുറിച്ച് മനസ്സിലാക്കാം. ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെന്നാ? ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്ന്. എവിടെന്നാ? നീലഗിരി കുന്നുകളിൽ നിന്നാണ് കിഴക്കോട്ടൊഴുകുന്ന കാവേരിയുടെ പോഷക നദിയായിട്ടുള്ള ഭവാനി നദി ഉത്ഭവിക്കുന്നത്. ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏതാ? പാലക്കാടാ. ഏതാ? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് ിലൂടെയാണ് ഏത്? ഭവാനി നദി ഒഴുകുന്നത്. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെ? ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുണ്ട്, ശിരുവാണിയാണ്. ഒന്ന് ശിരുവാണി, വരകാർ. ഏതൊക്കെയാണ്? ശിരുവാണി, വരകാർ. അതിൽ ശിരുവാണി വളരെ പ്രധാനപ്പെട്ടതാണ്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാ? ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ്? കൽക്കണ്ടയൂർ. എവിടെയാണ്? കൽക്കണ്ടയൂറാണ് സ്ഥലം വരുന്നത്. ഭവാനി നദി പതിക്കുന്നത് എവിടെയാണ്? പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിലുള്ള കാവേരി നദിയിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? നദിയാണെന്ന് ചോദിക്കാറ്. ഏതാ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭവാനിയാണ്. ഏതാണ്? ഭവാനിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി, നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണെന്ന് പറഞ്ഞു. എന്താണ്? ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന രണ്ട് പ്രധാന നദികൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാണ്? ശിരുവാണിയും അതുപോലെ വരകാറും. അതിൽ ശിരുവാണി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്താ കാരണം? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഏതാണ്? ശിരുവാണിയാണ്. ഇനി കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. കോയമ്പത്തൂരിലേക്ക് ജലവിതരണം നടത്തുന്ന ഒരു അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഉണ്ടല്ലോ, അതേതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ശിരുവാണി നദിയാണ്. ഏതാണ്? ശിരുവാണി നദിയാണ്. ശ്രദ്ധിക്കുക, ശിരുവാണി നദിയാണ്. അപ്പോൾ ഭവാനിയെ കുറിച്ച് ഇത്ര മനസ്സിലാക്കുക. ഇനി വേണമെങ്കിൽ നദികളെ പറ്റി പറയുന്ന സമയത്ത് ഇനി വിശദമായിട്ട് വീണ്ടും നദികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വരും. ഹിമാലയൻ നദികളുണ്ട് 3 അതിന് നമ്മളൊരു കോഡൊക്കെ വെച്ചിട്ട് പറയാം. നമുക്ക് പറയാം, ഈസി ആയിട്ട് മനസ്സിലാക്കും പറ്റും. അപ്പോൾ ആ ഹിമാലയൻ നദികളെ കുറിച്ച്, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഉപദ്വീപിന്റെ ഭാഗത്തിലൂടെ ഒഴുകുന്നതാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും വരുന്ന ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ, പ്രധാനപ്പെട്ടതായിട്ടുള്ള 3 ഹിമാലയൻ നദികൾ, അതുപോലെ കേരളത്തിലെ ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില നദികളുണ്ടല്ലോ. ഇപ്പോൾ ഭാരതപ്പുഴ, പമ്പ തുടങ്ങിയ നദികളൊക്കെ ഉണ്ട്. ചാലിയാർ, ചാലക്കുടിപ്പുഴ, ഇതിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇനി വേണമെങ്കിൽ വിശദമായിട്ട് ഈ 3 നദികൾ പറയാം. ഇപ്പോൾ മനസ്സിലാക്കുക, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇവ 3 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 3 കാവേരി നദിയുടെ പോഷക നദികളാണ്. കാവേരി നദി ഉപദ്വീപീയ നദിയാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കുക തൽക്കാലം. കേരളത്തില് 44 നദികൾ ഉണ്ടെങ്കിലും 41 പടിഞ്ഞാറ് ദിക്കിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിലും കിഴക്കോട്ടൊഴുകുന്ന ഈ 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ ഇവയെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ LDC, LGS പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മറ്റുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. കാരണം ഭാരതപ്പുഴയെക്കുറിച്ചും പമ്പാ നദിയെക്കുറിച്ചും ചാലിയാറിനെ കുറിച്ചും ചാലക്കുടി പുഴയെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ 3 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന ഈ 3 നദികളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനത്തോടെ പഠിക്കേണ്ടതാണ്, വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് ഈ 3 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ്. തീർച്ചയായിട്ടും ഇത്രയെങ്കിലും ഈ 3 നദികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും.